ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ചു വീണ് മരിച്ച ദന്തൽ വിദ്യാർത്ഥി അനന്തുവിന് വിട നൽകുകയാണ് നാട്. വീട്ടിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. വിഴിഞ്ഞ മുക്കോല സ്വദേശിയും നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ 4ാം വർഷ ദന്തൽ വിദ്യാർത്ഥിയുമായിരുന്നു അനന്തു അജികുമാർ. വാഹന ഉടമയ്ക്കെതിരെ നരഹത്യാ കുറ്റമടക്കം ചുമത്തണമെന്നാണ് അനന്തുവിന്റെ ബന്ധുക്കളുടെ ആവശ്യം. അനധികൃതമായി ഇത്തരം വാഹനം അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, അവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയായിരുന്നു അനന്തു ഭവനിലേക്ക്. ജീവനറ്റ അനന്തുവിന്റെ ശരീരം കാണാനായി, അവസാനമായി കാണാനായി വലിയ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമ്മളവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനം തീർത്തും പൂർണ്ണമായോ? ഈ പ്രതീക്ഷിച്ച സമയത്ത് തന്നെ അവസാനിപ്പിക്കാനായി? പക്ഷേ പൊതുദർശനം പൂർത്തിയാക്കി അനന്തുവിൻ്റെ മൃതദേഹം മുട്ടത്തറയിലുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അനന്തുവിൻ്റെ ബന്ധുക്കളും മറ്റുമൊക്കെ അവിടെ ഒരുപാട് ആളുകളുണ്ട്. അതിനാൽ തന്നെയാണ് സംസ്കാരം അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് വീട്ടിൽ നിന്നും മൃതദേഹം കൊണ്ടുപോയത്. പൊതുദർശനം പറഞ്ഞതിലും ഒരു അരമണിക്കൂർ കൂടി നീണ്ടുവെങ്കിലും അത് ആ സമയത്തിൽ പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായി. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു നാട് കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായൊരു അപകടം, മരണം, ആ മരണത്തിൻ്റെ ഒരു ഞെട്ടലിൽ നിന്നും ഈ നാട് വിട്ടുമാറിയിട്ടില്ല. വലിയ സങ്കടമെന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു അനന്തു. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഈ നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാവരുമായി നല്ലതുപോലെ ഇടപെട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാവർക്കും പരിചിതനായ ഒരാൾ. അങ്ങനെ ഒരാളാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിൽ വിടവാങ്ങുന്നത്. എന്തായാലും ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ, GRL അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള എന്ത് സഹായം നൽകാനും സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് മന്ത്രി ഇവിടെ വന്ന് സംസാരിച്ച് പോയപ്പോൾ പറഞ്ഞത്. എന്തായാലും ആർക്കും, മന്ത്രിമാർക്കെന്നല്ല, ഇവിടെ വരുന്ന ആർക്കും അനന്തുവിൻ്റെ കുടുംബാംഗങ്ങളെയോ അനന്തുവിന് വേണ്ടപ്പെട്ടവരെയോ സമാധാനിപ്പിക്കാൻ പോലും ആകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ 8 മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അനന്തുവിൻ്റെ ഈ വീടിനോട് ചേർന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രം അപ്പുറം മാറിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ടിപ്പർ ലോറിയുടെ മുകളിൽ നിന്നും ഒരു കല്ല് തെറിച്ച് വീണ അനന്തുവിൻ്റെ തലയിൽ തട്ടി. അനന്തുവിൻ്റെ തലയിൽ കല്ല് തട്ടി. പിന്നീട് അനന്തുവിൻ്റെ വാഹനം പോയി ഒരു മതിലിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടം സംഭവിച്ച് അനന്തു മരണപ്പെടുന്നത്. ആശുപത്രിയിൽ എത്തിക്കാൻ പോലുമുള്ള ഒരു അവസരമുണ്ടായില്ല. അനന്തുവിൻ്റെ അമ്മയും സഹോദരിയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ ഗൾഫിലായിരുന്നു. മാധ്യമങ്ങളിലൂടെ വാർത്ത വരുമ്പോഴാണ് തൻ്റെ മകൻ മരണപ്പെട്ടു എന്നൊരു വിവരം പിതാവ് അറിയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് പിതാവ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. നിംസ് ആശുപത്രിയിൽ രാവിലെ പൊതുദർശനം ഉണ്ടായിരുന്നു. നിംസിലാണ് അനന്തു BDS പഠിക്കുന്നത്. വീട്ടിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുകയാണ്.